ഒരു പുഴ ഒരു ഗ്രാമത്തിൻ്റെ സൗന്ദര്യ സങ്കല്പങ്ങൾക്കപ്പുറത്തേക്ക് നിറഞ്ഞൊഴുകുകയാണ്. വിനോദസഞ്ചാരികൾക്ക് കുട്ടനാടിൻ്റെ ചെറുപതിപ്പെന്നോണം കണ്ണിനും കരളിനും കുളിര് പകരുന്ന അകലാപ്പുഴ. കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിൽ നിന്നും 6 കിലോമീറ്ററിന് അടുത്ത ദൂരമുണ്ട് അകലാപ്പുഴയിലേക്ക്. തെങ്ങിൻ തോപ്പുകൾ നിറഞ്ഞു നിൽക്കുന്ന തുരുത്തുകൾ പുഴയുടെ അനുഗ്രഹമായി നിലകൊള്ളുമ്പോൾ കണ്ടൽ വനങ്ങളും കൈത്തോടുകളും അകലാപ്പുഴയ്ക്ക് ജൈവ വൈവിധ്യങ്ങളുടെ കലവറയൊരുക്കുന്നു. പുറക്കാട് കിടഞ്ഞിക്കുന്നിൻ്റെ താഴ്വാരത്ത് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച കായൽപ്പരപ്പിലേക്ക് ഞങ്ങളുടെ ക്യാമറ ചലിക്കുമ്പോൾ സഹായത്തിനായി ശരത് സാറും മഹേഷ് സാറും ഉണ്ടായിരുന്നു. മഹേഷ് സാറിൻ്റെ ബന്ധുവിൻ്റെ തത്തമ്മ എന്ന പേരുള്ള ബോട്ട് കുറച്ച് സമയത്തേക്ക് ഞങ്ങൾക്ക് വിട്ടു തന്നു. തത്തമ്മയിലാണ് ഞങ്ങൾ ജലയാത്ര പകർത്തിയത്. പുഴയിലൂടെയുള്ള ബോട്ട് യാത്രയാണ് സഞ്ചാരികളുടെ മുഖ്യ ആകർഷണം. പെഡൽ ബോട്ടുകളും ശിക്കാര ബോട്ടുകളും ഹൗസ് ബോട്ടുകളും അടങ്ങുന്ന 40ഓളം ബോട്ട് സർവീസുകൾ ഇവിടെയുണ്ട്. പുതിയ ട്രെൻഡുകൾ ഇവിടെയും കാണാം. ഐ ലവ് അകലാപ്പുഴ എന്ന ബോർഡ് പല കോണുകളിലും പല രീതിയിലും സ്ഥാപിച്ചതായി കാണാം. സഞ്ചാരികളുടെ സെൽഫി കോർണറായി ഇവ മാറാറുണ്ട്. മത്സ്യസമ്പന്നമായ ശുദ്ധജലാശയം നാഴികകളോളം ദൂരത്തിൽ ഏതാണ്ട് ഒരേ ആഴപ്പരപ്പിലാണ് ഒഴുകുന്നത്. വില്യം ലോഗൻ്റെ മലബാർ മാനുവൽ എന്ന പുസ്തകത്തിൽ അകലാപ്പുഴയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. പുഴയോരത്തെ മനോഹരമായ കാഴ്ചകൾ, ചൂണ്ടയിലും മറ്റുമായി മീൻ പിടിക്കുന്നവർ, വൈകുന്നേരങ്ങളിൽ സഞ്ചാരികൾക്ക് ഓരത്തെ ഭക്ഷണശാലകളുടെയും തട്ടുകടകളുടെയും വൈവിധ്യമാർന്ന രുചി വിരുന്ന്, കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാൻ മിനി പാർക്കുകൾ എന്നിവയൊക്കെ അകലാപ്പുഴയുടെ ആകർഷണങ്ങളാണ്. ഈ കാണുന്നതാണ് എഡിസൺ തുരുത്ത്. തീവണ്ടി എന്ന സിനിമയിൽ ടൊവിനോയുടെ കഥാപാത്രത്തെ പുകവലി നിർത്താൻ വേണ്ടി കൊണ്ടുവന്നത് ഈ തുരുത്തിലേക്കാണ്. കലാവിദ്യാഭ്യാസം 9ാം തരം പുസ്തകത്തിൽ ദ ആർട്ട് ഓഫ് ലെൻസ് എന്നൊരു പാഠഭാഗമുണ്ട്. ശരത് സാർ ഡോക്യുമെൻ്ററിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ ആഗ്രഹം തോന്നി. ഞങ്ങൾ മിഥിലാജ്, നാദിർ ഷാ, ഫഹദ്, അദ്നാൻ, നാഫി എന്നിവർ അതിനായി ഒരുങ്ങി പുറപ്പെട്ടു. ഡോക്യുമെൻ്ററി ഒന്നും അല്ലെങ്കിലും ഞങ്ങൾക്ക് പല കാര്യങ്ങളും പഠിക്കാൻ ഈ അന്വേഷണത്തിലൂടെയും വിവരശേഖരണത്തിലൂടെയും ചിത്രീകരണത്തിലൂടെയും ശബ്ദലേഖനത്തിലൂടെയും സാധിച്ചു. സ്കൂളിലെ മീഡിയ ക്ലബിൻ്റെയും ലിറ്റിൽ കേഡ്സിൻ്റെയും സപ്പോർട്ടുണ്ടായിരുന്നു. ഓരോ സമയവും വളർന്നുകൊണ്ടിരിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രമാവുകയാണ് അകലാപ്പുഴ. വരൂ, ശ്യാമസുന്ദര തീരത്ത് പാടിയും പറഞ്ഞും കുളിർക്കാറ്റ് കൊണ്ടും ജലയാത്രയിലെ ഹരിതമനോഹരമായ കാഴ്ചകൾ കണ്ടും നമുക്ക് ഒരുമിച്ചിരിക്കാം എന്ന് അകലാപ്പുഴയുടെ കൂട്ടുകാർ